ഒരു ബ്ലൗസിന് വേണ്ടിയിട്ട് ലൈനിങ് എടുക്കാൻ വേണ്ടി വന്ന ഞാനാണ് കേട്ടോ ഈ തുണി കട്ട് ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണ്, ഏത് ടെക്സ്റ്റൈൽസിൽ ചെന്നാലും മെറ്റീരിയൽസിന്റെ സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാല് രണ്ടടി പോലും മുന്നോട്ട് നീങ്ങൂല. ഈ ഓർഗൻസയുടെ തുണി അവിടെ വന്ന് ആരോ എടുത്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എന്തായാലും കണ്ടു ഇഷ്ടപ്പെട്ടു കൊടുക്കുന്നു ഗോപാലൻ. അപ്പോൾ അതിൻ്റെ ലൈനിങ് തുണിയും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ്. ഒരു ഇത് വെച്ചിട്ട് ഫ്രോക്ക് തയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോസ് ഒക്കെ ഞാൻ ജോലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുറേ തുണിയൊക്കെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാത്തിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സമയത്ത് ഇരുന്ന് തയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവസാനത്തെ ഇതിൻ്റെ ബോ ഉണ്ടാക്കണ ആ ഒരു വീഡിയോ മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഫ്രോക്കിൻ്റെ വീഡിയോസൊന്നും ഇല്ല. ഇനി ഇൻ കേസ് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണം എന്നുള്ളവർക്ക് ഞാൻ എന്തായാലും അത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് എടുത്ത് ഇടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഇനിയും വേറെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് തയ്ച്ച് വന്നപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇത് തയ്ച്ച് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. ഇതിപ്പോൾ ഒരുമാതിരി പിള്ളേരുടെ കൂട്ട് ആയിപ്പോയി. സാരമില്ല, ഇനിയിപ്പം വേറെ മാർഗ്ഗമൊന്നും ഇല്ലല്ലോ. അപ്പം ഇത് 2.5 മീറ്റർ തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ലെങ്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് പോയത്. സോ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.